ജോസഫിന്റെ കുതന്ത്രങ്ങൾക്ക് മുൻപിൽ ഇനി മുട്ടുമടക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിന് നൽകിയതുകൊണ്ട് മാത്രം പരാജയപ്പെട്ട 6 സീറ്റുകൾ തിരികെ പിടിക്കാൻ കോൺഗ്രസ്. PJ ജോസഫ് പിടിവാശി തുടർന്നാൽ നിലമ്പൂരിൽ PV അൻവറിനെ കൈകാര്യം ചെയ്ത രീതിയിൽ കൈകാര്യം ചെയ്യാനും കോൺഗ്രസിൽ ധാരണ. PJ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങി അവർ അർഹിക്കുന്നതിൽ കൂടുതൽ സീറ്റുകൾ നൽകുന്ന പരിപാടി അവസാനിപ്പിക്കാൻ കോൺഗ്രസിനുള്ളിൽ ധാരണയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയസാധ്യതയുള്ള സീറ്റുകൾ ജോസഫിന് വിട്ടു നൽകി സ്ഥാനാർത്ഥികൾക്കായി ലേലം വിളി നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങിയാൽ 4 മുതൽ 6 സീറ്റുകൾ വരെ മുന്നണിക്ക് നഷ്ടപ്പെടാമെന്നും ഭരണം കൈവിട്ടു പോയേക്കാമെന്നുമുള്ള ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരള കോൺഗ്രസിൽ നിന്ന് ഇടുക്കി, കുട്ടനാട്, കോതമംഗലം, ഏറ്റുമാനൂർ സീറ്റുകൾ എടുക്കണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന പൊതുവികാരമാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയരുന്നത്. കേരള കോൺഗ്രസിന് 4 മുതൽ പരമാവധി 6 സീറ്റുകൾ വരെ മാത്രമേ നൽകാൻ കഴിയൂ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമായിരുന്നിട്ടും ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയത് മൂലം മാത്രം പരാജയപ്പെട്ട മേൽപ്പറഞ്ഞ 4 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ UDF നേതൃത്വത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതേസമയം സീറ്റുകൾ വിട്ടു നൽകുന്ന കാര്യത്തിൽ PJ ജോസഫ് കടും പിടുത്തം തുടരുന്നത് മുന്നണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. PJ ജോസഫ് അനാവശ്യ പിടിവാശി തുടർന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മുതൽ PV അൻവറിനെ കൈകാര്യം ചെയ്ത അതേ ശൈലിയിൽ ജോസഫ് വിഭാഗത്തെ കൈകാര്യം ചെയ്യാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്ക് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും ഏറെ നിർണായകമായിരിക്കെ കോൺഗ്രസ് മത്സരിച്ചാൽ ഉറപ്പായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകി ഒടുവിൽ സ്ഥാനാർത്ഥിക്കായി ലേലം വിളി നടത്തുന്ന സാഹചര്യം സൃഷ്ടിക്കാനാവില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. മുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുൻപേ കുട്ടനാട് മണ്ഡലത്തിൽ പേയ്മെന്റ് സീറ്റ് വിവാദം ഉയർന്നത് മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ, കോതമംഗലം സീറ്റുകൾക്ക് പുറമെ ഇരിങ്ങാലക്കുട, തിരുവല്ല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുത്താൽ വിജയസാധ്യതയുള്ളവയാണ്. ഫലത്തിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള സീറ്റുകൾ ചോദിച്ചു വാങ്ങി ഇവിടേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ലേലം വിളിച്ച് കണ്ടെത്തി മത്സരിപ്പിച്ച് ആ സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ പതിവ് പരിപാടി. ഇതിൽ കുട്ടനാട് സീറ്റ് ലേലം പിടിച്ച് മുതലാളി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. കടുത്തുരുത്തി, തൊടുപുഴ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് ജയസാധ്യത ഉള്ളതായി കോൺഗ്രസ് കരുതുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന മറ്റുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും PJ ജോസഫിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അവഗണിക്കാനുമാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ പോലും കോൺഗ്രസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അല്ലാത്ത പക്ഷം UDFന് 6 സീറ്റുകൾ വരെ നഷ്ടപ്പെടാമെന്നും ഇത് ഭരണം ലഭിക്കാനുള്ള സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ വിലപേശി കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുത്ത കോൺഗ്രസിന്റെ സഹായത്തോടെ ഇവിടങ്ങളിൽ MLA-മാരെ വിജയിപ്പിച്ചെടുത്ത് ആ MLA-മാരെ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ കോൺഗ്രസിനോട് വിലപേശി കൂടുതൽ മന്ത്രിസ്ഥാനം തട്ടിയെടുക്കുകയാണ് PJ ജോസഫിന്റെ തന്ത്രം. എന്നാൽ ഇത്തവണ ജോസഫിന്റെ കുതന്ത്രങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടെന്നും തങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ മുന്നണിക്ക് പുറത്തുപോയാലും കുഴപ്പമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം.